സ്നേഹം നിറഞ്ഞ ജ്യോതിഷ വിശ്വാസികളെ, ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് മകയിര നക്ഷത്രത്തിൻ്റെ ഗുണദോഷങ്ങളും അതിൻ്റെ അവസ്ഥ, സ്ഥിതിഗതി എന്നിവയെ പറ്റിയാണ്. മകയിര നക്ഷത്രം 2 കൂറുകളിലാണ് നിൽക്കുന്നത്, ഇടവക്കൂറിലും മിഥുനക്കൂറിലും. 2 കൂറുകൾക്കും വ്യാഴന് മധ്യമ അനുഭവങ്ങൾ നൽകപ്പെടുന്നു. മകയിര നക്ഷത്രത്തിലാണ് ഇപ്പോൾ മേടസംക്രമം നടന്നിരിക്കുന്നത്. അതുകൊണ്ട് പൊതുവെ മകയിര നക്ഷത്ര ജാതകർക്ക് ഈ വർഷം ഗുണദോഷ അനുഭവങ്ങൾ കൈവരും. എങ്കിലും വലിയ ദോഷങ്ങൾ കാണുകയില്ല. ഇത്രയും കാലം നിങ്ങൾ പ്രയാസപ്പെട്ടുകൊണ്ടിരുന്ന പല ദുരിതങ്ങളും മാറുവാൻ പോവുകയാണ്. പല കാര്യങ്ങളും മുടങ്ങിക്കിടന്നു. അവയെല്ലാം ഈ മേടസംക്രമത്തോടുകൂടി നിങ്ങൾക്ക് അനുകൂലമായി വരും. സാമ്പത്തികപരമായ ക്ലേശങ്ങൾക്ക് ഒരു അറുതി വരും. ബാങ്കിലോ മറ്റു സ്ഥാപനങ്ങളിൽ നിന്നോ ലോൺ എടുത്തവർക്ക് കുറേശ്ശെ തിരിച്ചടയ്ക്കാനുള്ള അവസരങ്ങളും ധാരാളം വന്നു ചേരും. പൊതുവെ മിഥുനക്കൂറുകാരും ഇടവക്കൂറുകാർക്കും ദൈവാധീനം അല്പ മറവ് വന്നിട്ടുണ്ട്. എങ്കിലും അത് താൽക്കാലികമായി മാത്രമേ ഉള്ളൂ. അതിന് വിഷുവിനെ ശരണം പ്രാപിക്കുന്നത് നന്നായിരിക്കും. ഇവർ സാത്വികരായും ബുദ്ധിജീവികളായും എഴുത്തുകാരായും പ്രശസ്ത കച്ചവടം നടത്തുന്നവരും ആയിഭവിക്കും. ഇവരിൽ പലരും എഴുത്തുകാരുണ്ട്, അതുപോലെ അഭിനയക്കാരുണ്ട്, അതുപോലെ തന്നെ ഗ്രന്ഥരചന വീക്ഷണം പൂർണ്ണമായി ഉള്ളവരുണ്ട്. ഇവർക്ക് പൊതുവെ പണ്ട് സാധിക്കാത്ത പല കാര്യങ്ങളും മെല്ലെ മെല്ലെ ഈ 2024 മെയ് 1 മുതൽ വ്യാഴന്റെ ഗതിയുടെ അവസ്ഥ കൊണ്ട് നല്ല കാലങ്ങൾ ഉണ്ടാകുന്നു. എന്താണ് വ്യാഴഗ്രഹം? വ്യാഴൻ സർവ ഈശ്വരനാണ്. ആ വ്യാഴൻ ധനവും ധാന്യവും സന്താനലബ്ധിയും ഉദ്യോഗലബ്ധിയും അതുപോലെ തന്നെ മറ്റ് പ്രതീക്ഷിച്ച് ഇരുന്ന ഉദ്യോഗം ഇവർക്ക് പ്രതീക്ഷിക്കാതെ വന്നു ചേരും. മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ് ഈ കാലങ്ങളിൽ പലർക്കും പ്രതീക്ഷിച്ച തൊഴിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തൊഴിൽ ലഭിക്കും. അതുപോലെ ബിസിനസ് ചെയ്യുന്നവർക്ക് ധനം കൂടുതൽ മുടക്കണ്ട, ഉള്ള മുടക്കിൽ വെച്ചുകൊണ്ട് അവർക്ക് സാമ്പത്തിക നില മെച്ചപ്പെടുത്താൻ സാധിക്കും. അതുപോലെ വാഹനം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ വാഹനം വാങ്ങുന്നതിൽ കുഴപ്പമില്ല, ശ്രദ്ധിച്ച് മാത്രമേ അവ കൈകാര്യം ചെയ്യാൻ പറ്റുകയുള്ളൂ. കുടുംബ വ്യവസായം ചെയ്യുന്നവർക്ക് അവരുടേതായ കഴിവിനനുസരിച്ചുള്ള പുരോഗമനങ്ങൾ വരുത്താം. പിന്നെ ഗൃഹനിർമ്മാണം ആഗ്രഹിക്കുന്നവർക്ക് എങ്ങനെയെങ്കിലും ആരുടെയെങ്കിലും സഹായം കൊണ്ടോ ഗവൺമെൻറ് സഹായം കൊണ്ടോ ബാങ്ക് സഹായം കൊണ്ടോ വീട് വയ്ക്കാനോ നന്നാക്കാനോ ഉള്ള എല്ലാ ഭാഗ്യങ്ങളും കാണപ്പെടുന്നു. പൊതുവെ ഇവർക്ക് ശരീര സൗഖ്യം ബലമായിരിക്കും. കുറച്ചു പേർക്ക് വിദേശത്ത് പോകുവാൻ ഉള്ളവരുണ്ട്. അവർക്ക് കാലം അനുകൂലമായിരിക്കും. വിദേശത്ത് ചെന്നാൽ വലിയ പൈസ മുടക്കാതെ സ്വന്തം തൊഴിൽ ചെയ്യുന്നവർക്ക് ചെയ്യുന്നതിൽ തെറ്റില്ല. അതുപോലെ തന്നെ വിദേശവാസത്തിൽ നിൽക്കുന്നവർക്ക് അല്പ സ്ഥാനങ്ങൾ മാറി ഇവിടെ തൊഴിൽ ചെയ്യാം. ഒന്നിൽ കൂടുതൽ തൊഴിൽ അവർക്ക് ഏറ്റെടുത്ത് നടത്തുന്നത് ഉത്തമമായിരിക്കും. ഭാരിച്ച ചുമതലകൾ ഉള്ളവർ ലഘൂകരിക്കുന്നത് ഉത്തമമാകുന്നു. ബന്ധുക്കളുമായുള്ള സ്നേഹം, അടുപ്പം എന്നിവ കൂട്ടും. സന്താനങ്ങൾ ഇല്ലാത്തവർക്ക് ചികിത്സയിൽ കൂടെ അതിൻ്റെ തുടക്കം വരുത്തുവാൻ സാധിക്കും. അതുപോലെ തന്നെ
എഴുത്തുകാർക്ക് പുതിയ ഭാവനാവിലാസത്താൽ ബുധന്റെയും കൂടെ ബലമുള്ളതുകൊണ്ട് ഭാവനാവിലാസത്താൽ നല്ല ഗ്രന്ഥരചനകൾ എഴുതി പിടിപ്പിക്കുവാൻ സാധിക്കും. അതുപോലെ അഭിനയ രംഗത്ത് നിൽക്കുന്നവർക്ക് തരക്കേടില്ലാത്ത രീതിയിൽ അഭിനയവും അംഗീകാരങ്ങളും വന്നു ചേരും. വിവാഹം തെറ്റി നിൽക്കുന്നവർക്ക് 2-3 പ്രാവശ്യം ചർച്ചകളിൽ കൂടെ അനുഭവയോഗമായി വരികയും ചെയ്യും. അതുപോലെ ചെറുപ്പക്കാർക്ക് വിവാഹത്തിന് ആലോചിക്കുന്നവർക്ക് ആലോചന തുടങ്ങുന്നത് നന്നായിരിക്കും. ക്രമേണ പങ്കാളിയെ കിട്ടും. ഈ കൃഷി സംബന്ധമായി തൊഴിൽ ചെയ്യുന്നവരും പാട്ടത്തിന് കൃഷി ചെയ്യുന്നവരും അമിതമായി പണം ചെലവാക്കേണ്ട കാര്യം ഒരു 4 മാസത്തേക്കില്ല. അതിനുശേഷം പൈസകൾ കൂടുതൽ ചെലവാക്കാം. ബന്ധുക്കളുടെ സഹായം ഇവർക്ക് ലഭിക്കും. ബന്ധുക്കൾ മുഖേന ചിലർക്ക് തൊഴിൽ വാങ്ങിക്കൊടുക്കുവാനോ വിദേശത്തിരിക്കുന്നവർക്ക് ഇവർ വഴി തൊഴിൽ ലഭിക്കുവാനോ യോഗം കാണപ്പെടുന്നു. മടി സ്വഭാവം കാണിക്കുന്നവർക്ക് ഉത്തമ ഭാഗ്യങ്ങൾ ഉണ്ടാകുവാൻ പോവുകയാണ്. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും പല കാര്യങ്ങളും വന്നു ചേരും. ഗ്രഹം വന്നു ചേരും. അതുപോലെ തന്നെ ഭൂമികൾ വന്നു ചേരും. അതുപോലെ പിണങ്ങി നിന്നവരെല്ലാം അടുത്തു വരും. ചിലർക്ക് ബന്ധുക്കളിൽ നിന്നുള്ള സഹായം കൊണ്ട് വളരെ നേട്ടങ്ങൾ ഉണ്ടാകും. ഉന്നത ഗ്രഹങ്ങൾ വച്ച് മധ്യഘട്ടം വരെ നടത്തി തീർക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ചില സ്ഥാനങ്ങളിൽ പോയി തൊഴിലെടുക്കാൻ ആശിക്കുന്നവർക്ക് സ്ഥാനം വിട്ട് തൊഴിൽ ചെയ്യുന്നത് വളരെ ഉത്തമമായിരിക്കും. അവർക്ക് ലാഭം കൂടുതൽ ഉണ്ടാകും. സ്വദേശത്തേക്കാളും സ്ഥാനം മാറി തൊഴിൽ പലതും ചെയ്യാമല്ലോ. അതിൽ ഇവർ തൊഴിൽ ചെയ്യുന്നത് വളരെ നേട്ടങ്ങളും ഭാഗ്യങ്ങളും ഉണ്ടാക്കും. ബന്ധുക്കളുമായും കൂട്ടുകാരുമായും കൂട്ടുകച്ചവടമായും ബിസിനസ് ചെയ്യുന്നതിൽ തെറ്റില്ല. പക്ഷെ അതിന് നിയമപരമായ കരാറുകൾ വച്ച് മാത്രം ആകാവൂ എന്ന് മാത്രമേ ഉള്ളൂ. പൊതുവെ മിഥുനം കൂറുകാർക്കും ഇടവ കൂറുകാർക്കും ആരോഗ്യ സംബന്ധമായി മേന്മയാണ് കാണപ്പെടുന്നത്. വിദേശ സ്വദേശ വാസം ഇവർക്ക് താൽക്കാലികമായി വിധിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ സന്താനങ്ങളിൽ നിന്നും പ്രായമായവർക്ക് നേട്ടങ്ങളുണ്ടാകും. അവർക്ക് പഠനത്തിൽ കീർത്തിയും കീർത്തി വഴി ഉദ്യോഗവും ലഭിക്കപ്പെടും. വിദ്യാർത്ഥികൾക്ക് വിദ്യയിൽ നല്ല മാർക്കുകൾ ലഭിക്കപ്പെടും. പിന്നെ വിദേശത്തു നിന്നും മുതിർന്നവർക്ക് ധനാഗമനങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കാതെ വന്നു ചേരും. പൊതുവെ നഷ്ടമില്ലെങ്കിലും ലാഭങ്ങൾ ധാരാളം വന്നു ചേരും. ഇവർ പൊതുവെ സാത്വികരാണല്ലോ. അതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊന്നും ഇടപെടാൻ പോവുകയില്ല. പ്രത്യേകിച്ച് ധനപരമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ റെക്കോർഡ് പരമായി തന്നെ ചെയ്യണം. ഇവർ പൊതുവെ 2 സ്വഭാവം കാണിക്കുന്നവരായിരിക്കും. ഇവർക്ക് പൊതുവെ 2-ൽ കൂടുതൽ പേരുകളും കാണും. ഒന്ന് ദൈവത്തിൻ്റെ പേര്, ഒന്ന് അല്ലാത്ത പേര്. സാമാന്യേന തൊഴിൽ ചെയ്യുന്നവർക്കും കാലം അനുകൂലമാണ്. കുടിൽ വ്യവസായം, അതുപോലെ തന്നെ ആടുമാട് വളർത്തൽ, കുടുംബത്തിൽ ചില കൃഷികൾ
നടത്തി അതിൽ നിന്നുള്ള ലാഭങ്ങളെല്ലാം എടുക്കുവാൻ ഈ കാലഘട്ടം വളരെ ഉത്തമമായിരിക്കും. ഇവർ ജനിക്കുന്നത് ചൊവ്വാദശയിലാണ്. അത് കഴിഞ്ഞാൽ ചൊവ്വ 7 കൊല്ലം, രാഹു ദശ 18 കൊല്ലം, വ്യാഴദശ 16 കൊല്ലം, ശനിദശ 19 കൊല്ലം, ബുധദശ 17 കൊല്ലം, 7 കൊല്ലം കേതു, പിന്നെ 20 കൊല്ലം ശുക്രദശ. പൊതുവെ ചൊവ്വാദശയിൽ ജനിക്കുന്നത് കൊണ്ട് ചിലർക്ക് യൂണിഫോം വെച്ചുള്ള നല്ല തൊഴിൽ ലഭിക്കുവാനുള്ള യോഗവും ഉണ്ടാകും. പൊടുന്നനവെ അല്ലെങ്കിൽ പ്രതീക്ഷിക്കാതെ ഇവർക്ക് പല രീതിക്കുള്ള തൊഴിലുകൾ ഈ കാലഘട്ടത്തിൽ വന്നു ചേരും. ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബറോടുകൂടി ഇവരുടെ കാലങ്ങൾ വളരെ അനുകൂലമായി തെളിഞ്ഞു കാണപ്പെടുന്നു. 2025 വരുന്ന മേടം വരെ ഇവർക്ക് വളരെ അനുകൂലവും 2025 ശേഷവും ഇവർക്ക് അനുകൂലാവസ്ഥകളും ഉണ്ടാകും. അപ്പോൾ മുടങ്ങിയ പല കാര്യങ്ങളും 2024-ലും 25-ലും ചെയ്തു തീർക്കാൻ സാധിക്കും. ഇവർക്ക് മഹാവിഷ്ണുവിൻ്റെ പ്രീതി താൽക്കാലികമായി ആവശ്യമാകുന്നു. ശിവക്ഷേത്രത്തിൽ ദർശനവും ആവശ്യമാകുന്നു. വേടൻ്റെ അല്പ മറവ് ഉള്ളത് കൊണ്ട് വ്യാഴാഴ്ച തോറും കൃഷ്ണൻകോവിലിൽ പോയി അർച്ചന ആരാധനകൾ നടത്തുന്നത് വളരെ ഉത്തമമായിരിക്കും. അതുപോലെ വിഷ്ണു ക്ഷേത്രങ്ങളിൽ ദർശനം നിർബന്ധമായും വേണം. സന്താനങ്ങൾക്ക് കൂടുതൽ അഭിവൃദ്ധി കൊടുക്കുന്ന കാലഘട്ടമാണ്. അതുപോലെ ആചാര്യസ്ഥാനം വഹിക്കുന്നവർക്കും വളരെ അനുകൂലമായ കാലഘട്ടമാകുന്നു. ഇവർ ശ്രദ്ധയോടുകൂടി പണം കൈകാര്യം ചെയ്തു കൊണ്ടാൽ ഇവരുടെ എല്ലാ കാര്യങ്ങളും ഐശ്വര്യപൂർണമായി തന്നെ നടക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ വീഡിയോ ചുരുക്കുന്നു. ഞാൻ മലയങ്കിരി പുരുഷോത്തമൻ.